ABVPയുടെ സമരത്തിന് ആകെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 50ഓളം പേരാണ്. പോലീസാണെങ്കിൽ 100-ലധികം പേരുണ്ട്. ലാത്തിയുമൊക്കെയായി പോലീസ് അണിനിരന്നിട്ടുണ്ടെങ്കിലും അവരുടെ വജ്രായുധം ഈ വരുണാണ്. വരുൺ വെള്ളം ചീറ്റിയപ്പോഴുണ്ടായ അവസ്ഥ നമുക്കൊന്ന് കാണാം. പ്രകടനമായി എത്തിയ ABVP പ്രവർത്തകർ നേരെ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിലേക്ക്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം ഏറെ നേരം നടന്നു. ഇതോടെ ജലപീരങ്കി ഓൺ. ആദ്യത്തെ ജലപീരങ്കി പ്രയോഗം ഇങ്ങനെ. അല്പസമയം കഴിഞ്ഞതോടെ ജലപീരങ്കിയുടെ മട്ടുമാറി. വരുണിന്റെ മുകൾ ഭാഗത്തു നിന്നുവരെ വെള്ളം ചീറ്റാൻ തുടങ്ങി. ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹൻ, ചക്രക്കൽ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, ടൗൺ SI CH നസീബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹമാണ് മാർച്ച് നേരിടാൻ ഉണ്ടായിരുന്നത്. ഇവരും ജലപീരങ്കിയുടെ വിക്രിയക്ക് ഇരയായി. ഇൻസ്പെക്ടർ PA ബിനു മോഹൻ അടക്കം നനഞ്ഞു കുളിച്ചു. മാധ്യമപ്രവർത്തകരും ആകെ നനഞ്ഞു. വ്യാജരേഖ കേസിൽ മുൻ SFI പ്രവർത്തക K വിദ്യയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഉണ്ടായ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചായിരുന്നു ABVPയുടെ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് മാർച്ച്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ ടൗണിനു പുറമെ ചക്കരക്കൽ, വളപട്ടണം സിറ്റി സ്റ്റേഷനുകളിൽ നിന്നും പോലീസിനെ വിന്യസിച്ചിരുന്നു. സമരത്തിന് ആകെ ഉണ്ടായിരുന്നത് 50-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ്. വലിയ പരിക്കുകൾ ഒന്നുമില്ലാതെ സമരക്കാരെ പിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നത്. എന്നാൽ മതിയായ പരിശീലനം ഇല്ലാതെ ജലപീരങ്കി പ്രയോഗിക്കുന്നതും കൃത്യമായി പ്രവർത്തിക്കാത്ത വാഹനം ഉപയോഗിക്കുന്നതും വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുക. 30-35% സ്പീഡിൽ വെള്ളം ചീറ്റിയാണ് സമരക്കാരെ സാധാരണയായി പോലീസ് നേരിടാറുള്ളത്. വേഗത 60-ന് മുകളിലൊക്കെ എത്തിയാൽ ആളുകൾ തെറിച്ചു വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരെ മുഖത്തേക്ക് ഇത്രയും വേഗത്തിൽ വെള്ളം ചീറ്റിയാൽ കർണപടം അടക്കം പൊട്ടാനുള്ള സാധ്യതയും ഏറെയാണ്. വരുണിന്റെ പ്രവർത്തനം കൃത്യമായി അറിയാത്തവർ ഉപയോഗിക്കുന്നത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സാരം. ക്യാമറമാൻ സനൽ എളമ്പച്ചിക്കൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.